UDF മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തിട്ട് ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഈ ട്രെയിൻ ഡബിൾ എഞ്ചിനാണെന്നും പ്രധാന എഞ്ചിൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലാണെന്നും ഈ ട്രെയിനിന്റെ പോക്ക് എങ്ങോട്ടാണെന്നും മലയാളികൾക്കൊക്കെ ഏകദേശം ഒരു ധാരണയിലെത്തിയല്ലേ. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പ്രധാന ചില മന്ത്രിമാരും MLA-മാരും ഒക്കെ ഉണ്ടല്ലോ നിയമസഭയിലെ, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ നമുക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ. കേരളത്തിന്റെ പുരോഗമനപരമായ ചില പ്രവൃത്തികളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാമേ. ആദ്യം ലേഡീസ് ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ ബിന്ദുകൃഷ്ണൻ നമുക്ക് ഒന്ന് കണ്ടു പരിചയപ്പെടാം. ചോദിച്ച കുഞ്ഞുണ്ടല്ലോ, അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളുടെ മണാഭവൻ ജില്ലാ സെക്രട്ടറി രാധാമണിയുടെ കൊച്ചുമോനാണ്. പുതിയ മന്ത്രിയാന്ന് പറഞ്ഞു ഞാൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാണ്. ഞാൻ രാമാമ ചേച്ചിയുടെ ഒന്നും കൊച്ചുമോനല്ല. എന്റെ അപ്പാമ്മയുടെ ഓമന, എന്റെ അമ്മാവിടെ റീനാത്തങ്കപ്പ. ഇത്രയുള്ളൂ കാര്യം. നോക്കൂ, കോൺഗ്രസുകാർ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്ത് മന്ത്രിയായിരിക്കുമ്പോഴും എത്ര വിദഗ്ധമായാണ് കള്ളം പറഞ്ഞിവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. എന്ത് ചെയ്യാനാ, കോൺഗ്രസ് മന്ത്രി കോൺഗ്രസ് നേതാവായി പോയില്ലേ. അത് കഴിഞ്ഞു. വേറെ വകുപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിക്കും. ലോക ക്ഷീരദിനമാണ്. അപ്പോ പറഞ്ഞ പോലെ എല്ലാവർക്കും ക്ഷീരദിനാശംസകൾ. പിന്നെ പുതിയ നിയമസഭയിൽ മുരളീധരന്മാർ രണ്ടാണേ. ഒന്ന് കെ മുരളീധരനും ഒന്ന് വി മുരളീധരനും. മുദ്ര ശ്രദ്ധിക്കണം കേട്ടോ, മുദ്ര. ഒന്ന് കൊറോണ മുരളീധരൻ, ഒന്ന് പെട്രോൾ മുരളീധരൻ. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൺഫ്യൂഷനാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. രണ്ട് മുരളീധരന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെ. ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ കോവിഡിന്റെ സമയത്ത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 30 ഡിഗ്രിയിൽ കൂടുതൽ ഉള്ള ഒരു പ്രദേശത്തും കൊറോണ വൈറസിന് നിലനിൽക്കാൻ കഴിയില്ല. ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ കൊറോണ ഓട്ടോമാറ്റിക് ആയിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ വീണ്ടും ഇത് ശക്തമായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രത്തിന് പോലും തെറ്റുമ്പോ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിന് അത്ര. കോവിഡിന്റെ സമയത്ത് PP കിറ്റിന്റെ ദോഷവശങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് കേട്ടോ, അദ്ദേഹത്തെ തന്നെ ആരോഗ്യം ഏൽപ്പിച്ചത് നന്നായി. ശ്വാസം കിട്ടില്ല, വേർത്തൊലിക്കും. വിമാനത്തിലൊക്കെ ഈ കിറ്റുമായിട്ട് കയറിയാൽ വിമാനം പൊങ്ങുന്നവരെ ശ്വാസം മുട്ടും. ശരിയാ, പൊങ്ങുമ്പോ ശ്വാസം മുട്ടും, സ്വാഭാവികമാണ്. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും PP കിറ്റ് ധരിച്ചത് വഴി പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നടക്കാതെ വന്നിട്ടുണ്ടോ? ഒന്നിന് പോകാൻ കഴിയോ? 2ന്റെ കോട്ടെ, ഒന്നിന് പോകാൻ പറ്റുമോ? ഷെടാ ഭയങ്കര. സാർ കോവിഡിന്റെ സമയത്ത് PP കിറ്റ് എവിടെയാ ഇട്ടത്? എല്ലാം പോട്ടെ, മുരളീധരൻ സാറിന് PP കിറ്റ് ഒക്കെ ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്നും എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന്. അവനിപ്പോ MLA ആയിട്ട് നിയമസഭയിൽ ഇരിക്കേണ്ടവന്. അമ്പേ പരാജയം. ഒരു മന്ത്രി എന്നാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ വട്ടപൂജ്യം കിട്ടുന്ന മാർക്കാണ് ഈ മന്ത്രിക്കുള്ളത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്ക് പാമ്പ് കടിയേറ്റു. പീഡിയാട്രിക് വിഭാഗത്തിലെ ഡോക്ടർ ശ്രേയയുടെ കാലിൽ പാമ്പ് കടിക്കുകയായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. ശസ്ത്രക്രിയക്കിടെ 73-കാരിയുടെ കാലിലെ ഞരമ്പ് മുറിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഞരമ്പ് മുറിഞ്ഞതായി കണ്ടെത്തിയത്. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ റിപ്പോർട്ട് തേടുന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സംഭവത്തിൽ ഡോക്ടർമാർക്ക് പറയാനുള്ളത് കൃത്യമായി കേൾക്കും. ആരോഗ്യവകുപ്പ് അനാരോഗ്യവകുപ്പായി. പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു മുരളീധരൻ സാറ്, വി മുരളീധരൻ. BJPയുടെ നേതാവാണ്, മന്ത്രിയല്ല, MLA ആണ്. അദ്ദേഹം പെട്രോളിനെ കുറിച്ച് സംസാരിച്ച് ആഗോളതലത്തിൽ പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയാണ്. പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്, അപ്പൊ അതിൽ ചെറിയ എന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അത് ടോട്ടലായിട്ട് വർധന ഉണ്ടാവുന്നില്ലല്ലോ. മനസ്സിലായില്ല. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നതുള്ളൂ. എവിടെയോ എന്തോ ഒരു തകരാറ്. ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം 2 രൂപയിലധികം കുറഞ്ഞു. ഇന്നിപ്പോ തിരുവി എത്രയാണ് കൂട്ടിയത്? ആ ടോട്ടൽ വില കൂടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ വരെ കൊടുത്തിരുന്ന തുകയിൽ നിന്ന് കൂടുതൽ പോകുന്നില്ല. ഇത് ഈ പണം ആരും വിട്ടുകൊണ്ടുപോകല്ലോ. അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ദിവസം മുട്ടായി ടേബിളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന വി മുരളീധരനെ നമ്മൾ കണ്ടു അല്ലേ. അദ്ദേഹം ഒന്നും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതേസമയത്ത് ഒരു മാനേജ്മെന്റ് സ്കൂളില് കോട്ടും സ്യൂട്ടും ടൈയും ഒക്കെ കെട്ടിയിരിക്കുന്ന ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ചെന്നിട്ട് വി മുരളീധരൻ ഇങ്ങനെ ചെയ്യുമോ? ചെയ്യില്ല മുരളീധരൻ സാറേ, നിങ്ങളുടെ കൈ വിറയ്ക്കും, നിങ്ങളുടെ മനസ്സ് വിറയ്ക്കും. ഇനി നമുക്ക് മന്ത്രിസഭയിലെ പ്രധാന നായകനായ പൂക്കി നായകനിലേക്ക് നമുക്ക് തിരിച്ചെത്താം. അദ്ദേഹത്തിന്റെ ഈ ഒരു മാസത്തിനുള്ളിലെ സംഭവ വികാസങ്ങൾ. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക. അങ്ങനെ ചെയ്യരുത്.
അങ്ങനെ ചെയ്യരുത്. ഈ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഞങ്ങളുടെ നാട്ടില് കോട്ടയം ഭാഷയിൽ പറഞ്ഞ ഊക്ക് ഉപദേശം എന്ന് പറയും. 2006 പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൾക്കറുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം, ആ ചിത്രത്തിൽ വന്ന വി ഡി സതീശൻ തന്നെയല്ലേ ഈ വി ഡി സതീശൻ? എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും ഇരുന്നേര് പാവത്തിനെ പോലെ ചോദിക്കണ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞ് പത്രക്കാരുടെ മുമ്പിൽ ഇതുപോലൊക്കെ ഇരുന്ന് തരാൻ ഒരു മര്യാദയുള്ള ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയതിൽ കേരളത്തിൽ എന്ത് അഭിമാനമാണ്. ഇനിയിപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് എല്ലാം വെറ്റി തൊലച്ചെന്ന് പറഞ്ഞാലും പേടിക്കാനൊന്നുമില്ല ഈ മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ട്. അതിനൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. അതൊക്കെ മറുപടി പറഞ്ഞു. അതിനൊക്കെ അണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുന്നുള്ളതെന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ തന്നെ പത്രമാധ്യമങ്ങളോട് ഇത്രത്തോളം അസഹിഷ്ണുത കാണിക്കാൻ വി ഡി സതീശൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? ഞാൻ മറുപടി പറയല്ലേ? എന്നാ നിങ്ങൾ ചോദിച്ചോ എല്ലാ ചോദ്യം. നിങ്ങൾ 5 ചോദ്യം നിങ്ങൾ ചോദിച്ചോന്ന്. അല്ല, നിങ്ങൾ സംസാരിക്കും, എന്നിട്ട് പറയാം. വേറെ ആരെയും ഉണ്ടോ ചോദിക്കാൻ? ഇല്ല. അങ്ങനെ ഒരേ അജണ്ട വെച്ചിട്ട് സംസാരിക്കണ്ട. എന്റെ പൊന്നു ദൈവമേ. പിന്നെ നമ്മുടെ പൂക്കി സാറ് പുതിയ അധ്യയന വർഷത്തിൽ കൊച്ചു കുട്ടികളോട് സംസാരിക്കുന്ന ഒരു പ്രഭാഷണമുണ്ട്. അത് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധയാർജിക്കപ്പെട്ടു. മിക്കവാറും നോബൽ സമ്മാനമൊക്കെ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് ആ പ്രഭാഷണം കൊണ്ട് മാത്രം സതീശൻ സാറ്. ഇത് നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലമാണ്, വിജ്ഞാന വിസ്ഫോടനം. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? ഏറ്റവും കുഴപ്പം പിടിച്ച സാധനം മനുഷ്യൻ കണ്ടുപിടിച്ചത് ഏതാ? ബോംബാണ്. ബോംബ് ഒറ്റയ്ക്ക് വിമാനത്തിൽ കയറി ഉക്രൈനിലും പാലസ്തീനിലും പോയി ബോംബിടോ? നിർമ്മിത ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധിയാണ്. നമ്മളെക്കാളും ബുദ്ധിയാണ് അതിന്. കഠാരം ആളുകളെ കുത്തിക്കൊല്ല അല്ലേ? എന്നാലും നഴ്സറി കുട്ടികളോട് ഇതുപോലുള്ള പാതകമൊക്കെ ചെയ്യാൻ സതീശൻ സാറിന് എങ്ങനെ തോന്നി? ബോംബ്, മലപ്പുറം കത്തി, അമ്പും ബില്ലും എന്തൊക്കെയായിരുന്നു അല്ലേ? പിന്നെ പൂക്കി സാറിന്റെ ഈ ഒരു പ്രഭാഷണം കൂടെ കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. തൃപ്പൂണിത്തറയിൽ നിന്നും പറവൂർ ഇദ്ദേഹം എത്തിയത് മണി ചെയിൻ ചെയ്യാനാണെന്നുള്ളത്. ഇതുവരെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. അതിൽ നിന്ന് ഇതുവരെ മുഖ്യമന്ത്രിയായിട്ടും അദ്ദേഹത്തിന് ഒരു മാറ്റവും ഇല്ല. ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് 100,000 ഒരു വട്ടം വരച്ചിട്ട് 100,000 വട്ടം താഴോട്ട് വരച്ചിട്ട് അവസാനം നിങ്ങൾ മറ്റുള്ള ആൾക്കാർ നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കി തരുമെന്നും പറഞ്ഞ് ഏതാ എന്റെ ചെറുപ്പം തൊട്ട് തുടങ്ങിയത്. ഇനിയാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ യഥാർത്ഥ വികസന പദ്ധതിയിലെ ഒരു പ്രധാന ഘടകം MVDയുടെ വെഹിക്കിൾ മോഡിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊരു പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചിട്ടുണ്ട് സതീശൻ സാറിന്റെ നേതൃത്വത്തിൽ. പൂക്കിച്ചിരി അവിടെ നിന്നാ തുടങ്ങിയത്, ഇപ്പോ ഊക്കിച്ചിരിയായി എന്നാ പിള്ളേർ പറയുന്നത്. കാറുകൾക്കൊക്കെ ഇപ്പൊ മോഡിഫിക്കേഷൻ പറ്റും, UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ പറ്റും എന്നുള്ള രീതിയിൽ ഒരു കാർഡ് കണ്ടിരുന്നു. ഞങ്ങളത് മാനിഫെസ്റ്റോയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. കാരണം അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. മോഡിഫിക്കേഷൻ നടത്തട്ടെ, ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ. മണ്ടത്തരം പറയല്ലേന്ന് പറയുന്നില്ല, അതല്ലേ പറയൂ. സുപ്രീം കോടതി വിധിയും മോട്ടോർ വെഹിക്കിൾസ് ആക്ടും അതിന് തടസ്സമായി നിൽക്കുന്നു. സംസ്ഥാന സർക്കാരിന് മാത്രമായി അതിലൊന്നും ചെയ്യാനും കഴിയില്ല. സുപ്രീം കോടതി വിധിയെ മറികടന്ന് എങ്ങനെയാണ് ആൾട്രേഷൻ അനുവദിക്കുക എന്നതാണ് ചോദ്യം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് വാഹന മോഡിഫിക്കേഷൻ ചെയ്യാതെ വന്ന് കേരളം അങ്ങ് നശിച്ച് നാറാണക്കല്ല് പിടിച്ച് കിടക്കുന്ന സമയത്താണ് പൂക്കിച്ചിരിയുമായിട്ട് പൂക്കിമോൻ രംഗത്തെത്തുന്നത്. ഇപ്പൊ കണ്ടില്ലേ, പിള്ളേർ ചോദിക്കുന്നു MVDയുടെ പരിഗണനയിലുള്ള ഈ റൂൾസ് ഒക്കെ ഞങ്ങൾക്ക് പുതുതായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ. സീറ്റ് കവർ മാറ്റുന്നത്, മഴ വരുമ്പോ വൈപ്പർ ഇടുന്നത്, ഇതൊക്കെയാ പുതിയ ലേബലുമായിട്ട്. നാണമില്ലെന്ന് ഓർക്കുമ്പോഴാണ്. ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്?